ഗുഡ് മോർണിംഗ്, അനദർ ഡേ ഇൻ അനീനി. അപ്പോൾ നമ്മൾ ഇന്ന് അനീനിയിൽ ഗ്രാസ് ഫീൽഡും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പം അങ്ങോട്ട് പോകുന്നതിന് മുന്നേ നമ്മുടെ വണ്ടിയിൽ ലോ ഫ്യൂവലായി. അപ്പം ഫ്യൂവലപ്പ് ചെയ്യണം, അതിന് ശേഷം ഗ്രാസ് ഫീൽഡ്സും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുക. അനീനിയുടെ ആ ഒരു മെയിൻ പോർഷൻസിൽ വരുന്ന, അതായത് ഇവിടുത്തെ ആ മൗണ്ടൻസാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത്. ഇങ്ങനെ ഫുൾ പുല്ല് നിറഞ്ഞിട്ടുള്ള കുറേ ഗ്രീൻ മൗണ്ടൻസ് നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു പോർഷനിലേക്ക് കയറി പോകാനുള്ള പ്ലാനിലാണ്. മൈ ഗോഡ്, ഇതുവരെ ഉള്ളൂ തോന്നുന്നു ടാർ റോഡ്. ഇനി നമുക്ക് നമ്മുടെ റാലിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്ത റോട്ടിൽ കൂടെ വേണം നമുക്ക് പോകാനായിട്ട്. ഗായ്സ്, നമ്മളിവിടെ എമുലിയിലേക്ക് കയറാൻ പോകുന്നിടത്ത് ആക്ച്വലി അങ്ങോട്ട് നടന്നു കയറാനേ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ഷോപ്പിലൊരു ചേച്ചീനെ കണ്ടു കേട്ടോ. അപ്പോൾ പുള്ളിക്കാർ പറഞ്ഞു ഇവിടുത്തെ ഒരു പയ്യൻ KTM ബൈക്കുമായിട്ട് അതിൻ്റെ മുകളിലേക്കൊക്കെ ഒരു തവണ കയറിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കുറച്ച് വീഡിയോ ഒക്കെ കാണിച്ചു തന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ കയറിക്കോ എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇത്ര നേരം കുറച്ച് തളർന്നു വരുമായിരുന്നു. അപ്പോൾ അത് കേട്ടപ്പോൾ ഒന്ന് ചാർജായി. അപ്പോൾ എന്തായാലും ആ ഒരു ഓഫ് റോഡ് എതിരെയാണ് പോകണമെന്നൊന്ന് നോക്കണം. അതുകൊണ്ട് പറ്റിയാലൊന്ന് കയറാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്ന് നോക്കി നോക്കാം. നമ്മളെന്തായാലും അവിടുത്തെ ഓഫ് റോഡൊക്കെ അടിച്ചുകൊണ്ട് ഇവിടെ വന്നൊരു ഓഫ് റോഡ് അടിക്കാൻ അവസരം കിട്ടിയിട്ട് ട്രൈ ചെയ്യാതെ എന്തായാലും തിരിച്ചു പോകത്തില്ല. ഇതാണ് പറമ്പിലേക്കാണല്ലോ. ഒരു ആറ്റിയുടെ വീട്ടിലേക്ക്. ഹലോ, इधर एमोली जाना नहीं सकता? ഒരു വഴി കൂടെ എടുത്ത് ഒരു ആൻറ്റിയുടെ വീട്ടിലേക്കായി പോയി. ഐ തിങ്ക് വിൽ ട്രൈ ഫോർ സം അതർ റൂട്ട്. We'll try anyway. നമ്മൾ പറഞ്ഞ ഓഫ് റോഡ് നമുക്ക് ഇട്ടിരിക്കുകയാണ്. അത് ഈ കാണുന്ന വഴിയാണ്. മുന്നോട്ട് കയറ്റമാണ്. This way or this way? Let me check. പിടിച്ച് ഹെൽപ്പ് ചെയ്യാം. I will push from here. Good. ഉള്ളത് പറഞ്ഞാൽ എമുലി ഗ്രാസ് ലാൻഡിലാണ്. സോ അങ്ങോട്ട് ശരിക്കും നമ്മളിപ്പോൾ ഒരു ട്രെക്കിംഗ് പാത്ത് വഴി മോട്ടോർ സൈക്കിൾ എടുത്ത് കയറിയേക്കാണ് കേട്ടോ. പണ്ട് നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും, ഞാനുണ്ട്, നമ്മുടെ പളിബ്രോയുണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ മുകളിലേക്ക് വണ്ടി കയറ്റാൻ പറ്റുമോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ പോവാണ്. അതുകൊണ്ട് ഇതിൻ്റെ മുകളിൽ കയറാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സൗത്ത് സൈഡിൽ നിന്ന്, കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ സൗത്ത് സൈഡിൽ നിന്ന് ഫസ്റ്റ് മോട്ടോർ സൈക്കിളായിരിക്കും ഈ ഒരു മലയുടെ മുകളിൽ കയറാൻ പോകുന്നത് കേട്ടോ. അപ്പം ഐ എം സോ എക്സൈറ്റഡ്. നമ്മുടെ മുന്നിലേക്കുള്ള റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ ഇങ്ങനെയാണ് കിടക്കുന്നത്. ഫുള്ള് പുല്ല് പിടിച്ച് കിടക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നടന്ന് നേരെ കയറാനായിട്ട് ട്രക്കിംഗ് പോയിന്റ് ഉണ്ട്. സോ ആളുകളൊക്കെ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു വഴി ആരും യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഫുൾ കംപ്ലീറ്റ് ആയിട്ട് പോയി കിടക്കുവാണ്. അപ്പം നമ്മൾ എന്തായാലും അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ലെറ്റ്സ് ഗോ.
Yes. അയ്യോ, ഇതിൽ ഓടിക്കൽ കുറച്ച് ടഫാണ്. നമ്മൾ കയറി അത് കയറ്റത്തിൽ വീണു കേട്ടോ. പക്ഷെ കയ്യിൽ കുഴപ്പം പറ്റിയിട്ടില്ല. പിന്നെ നമുക്ക് ഒന്നുകൂടെ മുന്നോട്ട് പോകാനുണ്ട്. ലെറ്റ്സ് ഗോ. I reached almost at the top. And oh no, wow, what a feel. Shit, don't move. Man, I can't believe this. Yeah, this is how Emily Hills Tops looks like. Oh my God, I can't believe this. ഫൈനലി നമ്മൾ ആ ഒരു മൗണ്ടൻ ഹോളിലെത്തി. ഓ നോക്ക്, ഈ ഒരു സ്ഥലത്ത് ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മുടെ നേപ്പാളി ബ്രോ കയറിയിട്ടില്ല. അവന് കയറാൻ പറ്റുമെന്നൊരു ഡൗട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ വലിയൊരു ആഗ്രഹമായിരുന്നു നമ്മുടെ കേരളത്തിലൊക്കെ ഇങ്ങനെ മലയുടെ മുകളിൽ കൂടെയൊക്കെ ട്രാവൽ ചെയ്ത പോലെ ഇവിടെ പുറത്ത് എവിടെയെങ്കിലൊക്കെ വന്നിട്ട് അതുപോലെ ഒന്ന് ട്രാവൽ ചെയ്യണമെന്നുള്ളത് കേട്ടോ. സോ എൻ്റെ ആ ഒരു വലിയ ആഗ്രഹം സാധിച്ചു എന്ന് പറയാം. ഈ ഗ്രാസ് ലാൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ മുകളിലാണ് ഞാനിപ്പോൾ ഉള്ളത്. എനിക്കൊന്ന് ഇവിടെ ആൾക്കാർ ട്രെക്ക് ചെയ്ത് മാത്രമേ കയറാറുള്ളൂ കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്ഥലം സറൗണ്ടഡ് ബൈ ഫുൾ ഗ്രീൻ മൗണ്ടൻസ് ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര കാറ്റിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചില ഇംഗ്ലീഷ് മൂവിയിലൊക്കെ ഇങ്ങനെ കാണത്തില്ല, നമ്മളിങ്ങനെ സ്വർഗത്തിലേക്കൊക്കെ ഇങ്ങനെ ഭയങ്കര സ്ലോ മോഷൻ ഇങ്ങനെ ഈ പുല്ലിലൊക്കെ ഇങ്ങനെ കൈയൊക്കെ തഴുവി ആൾക്കാർ പോകുന്ന കണ്ടിട്ടില്ലേ? ആ ഒരു സ്ഥലം പോലെ തന്നെ ഇരിക്കുന്ന ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ ഇരിക്കുന്നത് കേട്ടോ. നോബഡി ഈസ് ഹിയർ. ഞാൻ എൻ്റെ ബൈക്ക് ഈ ഒരു ഫീൽ ഉണ്ടല്ലോ, അതെൻ്റെ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. ഞാൻ നമ്മുടെ ഇന്ത്യയുടെ അങ്ങ് താഴെ കാൽച്ചോട്ടിലുള്ള കേരളത്തിൽ നിന്ന് വന്നിട്ട് ഇന്ത്യയുടെ അങ്ങ് മുകളിലുള്ള നോർത്ത് ഈസ്റ്റിൽ, അതും അരുണാചലിൻ്റെ തന്നെ അങ്ങേയറ്റത്ത് ഇൻഡോ ചൈന ബോർഡറിൻ്റെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള സ്ഥലമായിട്ടുള്ള അനീനിയിൽ വന്നിട്ട് അവിടെയുള്ള ഒരു മൗണ്ടൻ്റെ മുകളിൽ ബൈക്കുമായിട്ട് കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു അഡ്വഞ്ചർ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ബൈക്കൊക്കെ എടുത്ത് കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള നമ്മുടെ ലൈഫിൽ ഓർത്തിരിക്കാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരില്ലേ, അങ്ങനെ ആൾക്കാർക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ അവർക്ക് എന്നും എല്ലാവരോടും പറയാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. എന്താ പറയുക, അങ്ങനെ ഒരു പ്രത്യേകതരം എനർജിയുള്ള പീസ്ഫുൾ ആയിട്ടുള്ള അഭിമാനം തോന്നുന്ന ഒരു നിമിഷത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്.
യെസ്, അങ്ങനെ നമ്മൾ ഹെമോലി ഗ്രാസ് ലാൻഡ് ടോപ്പിലെത്തിയിരിക്കുകയാണ്. നമ്മൾ ആ ഡ്രോൺ പറപ്പിപ്പോൾ കണ്ട സ്ഥലമാണ് കേട്ടോ ഇത്. ഇവിടെ നിന്ന് മുകളിലേക്കൊരു വഴിയുണ്ട്, അങ്ങോട്ടുള്ള വഴിയും കൂടെ എടുക്കാൻ പറ്റുമോ നോക്കാം. Reaching out, I'm reaching out. The water is rising over me. The water is rising. It's coming. I'm reaching out, I'm reaching out. The water is rising over me. The water is rising. I'm reaching. It's coming. I'm reaching. സോ നമ്മൾ ഈ ഒരു മൗണ്ടൻ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വാട്ട് എ ഫീൽ മാൻ. അതിൽ നമ്മൾ ആ ഒരു കയറി വന്ന പോയിന്റ് എത്തി കേട്ടോ, മലയുടെ മുകളിലേക്ക് എത്തുന്നതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള ആ ഒരു പോയിന്റിൽ. യെസ്, അപ്പോൾ ഇനി നമ്മൾ ഫുൾ കാട്ടിലൂടെ വേണം പോകാനായിട്ട്. അപ്പോൾ നമ്മുടെ ഡ്രോണും കാര്യങ്ങളും പാക്ക് ചെയ്യാം. ഞാൻ ലെറ്റ്സ് ഗോ. ഇറങ്ങാനും കൂടി ഉണ്ട്. സോ അതാണ് നമ്മുടെ അടുത്ത ടാസ്ക്. ഇവിടെ ഗ്ലൗസും കാര്യങ്ങളെല്ലാം ഇട്ടില്ലെങ്കിൽ നമ്മുടെ കൈ മുഴുവൻ സ്ക്രാച്ച് ആകും കേട്ടോ. സ്ക്രാച്ച് ആകുന്ന പോലെ തന്നെ ഇവിടെ കുറച്ച് കൊതു പോലത്തെ ഈച്ചകളുണ്ട്. ഡം ഡം എന്നാണ്, ഡം ഡമ്മോ ടുംഡമ്മോ അങ്ങനെ കണ്ട നമ്പർ പിടിക്കുന്നത് ഇതിനെ. ലെറ്റ്സ് ഗോ. ക്യാമറ ഞാൻ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, എന്തോ എങ്ങനെയെങ്കിലും വീഴാതെ താഴെ ചെല്ലുക, അതാണ് നമ്മുടെ മിഷൻ. അവനെ റെഡിയല്ലേ? ലെറ്റ്സ് ഗോ. Quiet all the voices living in my head. I see the riches of the world, I'm not impressed. Know that I'm far from perfect, but trying my best. Looking up to the sky, feeling grateful. Boy, I had to walk away from the fake road. Can't believe I'm still here on my way to find out the truth. Swear that I'ma find my way. Past been gone, I'ma watch it all fade. Whoa, guess I'm going MIA from everybody's problems. Oh, guess I'm locked in, guess I'm locked in. I got this, and it's on my soul. Guess I'm locked in, guess I'm locked in. I got this, and that's on my soul. Are we going to there or no? If you want to explore, you can go. I'll go because I'm tired too much. Okay. നമ്മുടെ നേപ്പാളി ബ്രോ മൊത്തത്തിൽ ടയേർഡായി. മച്ചാൻ തിരിച്ച് നേരെ നമ്മുടെ ഹോട്ടലിലേക്ക് പോയി. അപ്പം ഞാൻ നേരെ ഇവിടുന്ന് വീണ്ടും കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇനി എന്താണ് ഉള്ളത് എന്നറിയാനായിട്ട് ഒരു ത്വരയുള്ളതുകൊണ്ട് വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഓഫ് റോഡ് കഴിഞ്ഞപ്പോൾ തന്നെ ഓ മാൻ, എൻ്റെ ലൈഫിൽ അല്ലെങ്കിൽ ഈ ഒരു ട്രിപ്പിലേക്കുള്ള എനിക്ക് കംപ്ലീറ്റ് ആയെന്ന് ഞാൻ പറയാം. കാരണം ദാറ്റ് ഈസ് സംതിങ് ഡിഫറെൻറ്റ് ആൻഡ് യുണീക്ക് മാൻ. ആർക്കും അങ്ങനെ അധികം ആൾക്കാർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ ഇവിടുത്തെ ഒരു പയ്യൻ കയറിയിട്ടുണ്ട് എന്നാണ് കേട്ടേക്കുന്നത്, അല്ലാതെ വേറെ ആരും അങ്ങനെ അതിൻ്റെ മുകളിലേക്ക് കയറിയതായിട്ട് പോലും ഒരു അറിവ് പോലും ഇല്ല. അവിടെയാണ് പോയി നമ്മൾ കേരളത്തിൽ നിന്ന് വന്നിട്ട് കയറിയത് കേട്ടോ. സോ അഡ്വഞ്ചർ ഓടിക്കുന്ന അല്ലെങ്കിൽ ഓഫ് റോഡൊക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും തീർച്ചയായിട്ടും ഗൈസ് ബി പ്രൗഡ് ഗൈസ്. നമ്മുടെ സൗത്ത് സൈഡിൽ നിന്ന് ഒരു ടയറിൻ്റെ പാട്
ആ ഒരു മലയാളം ബോളിൽ പതിപ്പിച്ചിട്ടുണ്ട്. ശരിക്കും നമ്മൾ ഇന്ത്യയിലല്ല വേറെ ഏതോ രാജ്യത്ത് റൈഡ് ചെയ്യുന്ന പോലത്തെ ഫീലും കാര്യങ്ങളാണ് കേട്ടോ ഇതിലേക്ക് ഓടിക്കുമ്പോൾ കിട്ടുക. ഇങ്ങനെയൊക്കെ വഴിയും സീനറിയും കാര്യങ്ങളൊക്കെ കിടക്കുമ്പോൾ എങ്ങനെയാണ് ഞാൻ തിരിച്ച് എൻ്റെ ഹോട്ടലിലേക്ക് പോവുക? എന്തായാലും നമുക്ക് കുറച്ചുകൂടെ പോയി നോക്കാം കേട്ടോ എന്തൊക്കെയാണുള്ളതെന്ന് അറിയാം. എന്ത് രസമാണ് കാണാൻ സ്ഥലമൊക്കെ. പോലുള്ള കുറേയൊക്കെ ചെറിയ ചെറിയ ഗേറ്റുകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഇതുണ്ടോ, അതിവിടെ എന്തെങ്കിലും ആക്ച്വലി ഇതൊക്കെ അങ്ങനെ ആൾക്കാർക്ക് പബ്ലിക്കായിട്ട് ഇങ്ങനെ കയറി ഇറങ്ങാൻ പറ്റുന്ന പോലത്തെ ഒരു സ്ഥലമല്ല. ഇവിടെ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഇതിൽ ട്രാവൽ ചെയ്യാറുള്ളൂ. അതുകൊണ്ടൊക്കെ ആയിരിക്കും അവർ പക്ഷേ അങ്ങനത്തെ ഗേറ്റ്സും കാര്യങ്ങളൊക്കെ വെച്ചേക്കുന്നത് കേട്ടോ. അതും അല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു സെക്ടർ ബൈ ആയിട്ട് തിരിച്ച് വെച്ചേക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം അങ്ങനെ ചെയ്തേക്കുന്നത്. എന്തായാലും ഈ വഴിയൊക്കെ ഭയങ്കര എംറ്റി ആയിട്ട് കിടക്കണതാണ് കേട്ടോ. പോന്ന് എൻ്റെയർ ജോഗ്രഫി അങ്ങ് മാറി കേട്ടോ. നമ്മൾ ഇതിന് മുന്നേ ഇതുപോലത്തെ മൊട്ടക്കുന്നും കാര്യങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് ഇപ്പോൾ കണ്ടോ വലിയ മൗണ്ടൻ ഓൾറെഡി അവിടെ ഉണ്ട്. മറ്റേ ഇങ്ങനത്തെ ടോൾ ട്രീസും കാര്യങ്ങളായിട്ട് ഫ്രണ്ടിൽ നോക്കി എല്ലാ മൗണ്ടൻസും ഇങ്ങനെ ട്രയാങ്കിൾ ഷേപ്പിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന മൗണ്ടൻസ് ആണ് കേട്ടോ. അതായത് മൊത്തത്തിൽ നമ്മളൊരു ഡീപ്പായിട്ടുള്ളൊരു ഫോറസ്റ്റിലേക്ക് കയറുന്ന ഒരു ഫീലാണ് കേട്ടോ ഇവിടെ കിട്ടുന്നത്. ഈ ഒരു ഒറ്റ റൈഡിൽ തന്നെ നമുക്ക് പല രീതിയിലുള്ള കാഴ്ചകളും പല രീതിയിലുള്ള റോഡുകളും പല രീതിയിലുള്ള ട്രീ ആനിമൽസ് അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഓ മൈ ഗോഡ്, റോഡ് ഇവിടെ എൻഡിയാണ്. നമ്മളങ്ങനെ റോഡ് എൻഡ് ചെയ്യുന്ന സ്ഥലം വരെ എത്തി. അവിടെ ഒരു പാലം കാണാം. എൻ്റെ പൊന്നെ, അതിൻ്റെ മുകളിൽ കൂടെ ആൾക്കാർ നടന്നു പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ റോഡൊക്കെ അവസാനിക്കുന്നതോടെ വരെ പോകാന്ന് കേട്ടിട്ടുണ്ടോ. അതാണ് ഇപ്പോൾ ഉള്ളത്. ഓ മാൻ, आप इधर कितने साल तक काम करता है? जी सर, मैं यहाँ पर 2 साल हो रहा है. 2 साल. आपका जगह किधर है? धेमाजी. हाँ, तिनसुकिया धेमाजी. धेमाजी. ओ, आपका नाम? कृष्णा राय. आपका भी? हमारा कृष्णा कुमार. हाँ. मेरा आया हुआ ज़्यादा दिन नहीं हुआ है. ओ, जैसे 15 दिन से जैसा हुआ है यहाँ पे काम करना है. वहाँ पे काम करता है ना, थोड़ा यहाँ हजीरा के लिए आदमी का आता है. जगह किधर फ्रॉम? हमारा
address. हाँ वो आसाम. आसाम Insecure. ओके ओके अच्छा शुक्रिया മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്നത് ഏത് മോട്ടോർ സൈക്കിൾ ആണെങ്കിലും അതെടുത്തുകൊണ്ട് ഈ ലോകത്തിന്റെ അറ്റം വരെ പോകാൻ പറ്റും കേട്ടോ. നമ്മളങ്ങനെ ഈ റോഡിന്റെ അവസാനം വരെ പോയി. അവസാനം ഒരു റിവറാണ് അത് ക്രോസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടല്ലോ, ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ആ ഒരു ബ്രിഡ്ജ് കൂടെ ആണ് കേട്ടോ ക്രോസ് ചെയ്യാനായിട്ട്. ഇന്ത്യൻ ആർമി ഓഫീസേഴ്സ് എപ്പോഴും അവിടെ ഉണ്ട് കേട്ടോ. അത് അവർ കുറേ അധികം നമ്മളോട് സംസാരിച്ചു. പിന്നെ അവരുടെ വീഡിയോസും കാര്യങ്ങളും നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ചെയ്യാത്തത്. ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, നമുക്ക് സ്വന്തമായിട്ടൊരു പ്രൗഡ്ഫുൾ മൊമെന്റ് തോന്നത്തില്ലേ, അതുപോലെ ഉണ്ട് കേട്ടോ. ശരിക്കും വണ്ടി ഓടിച്ച് അത് ഒറ്റയ്ക്ക് വന്ന് ഇതുപോലെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി നമ്മളിലുള്ള ഒരു വിശ്വാസവും കാര്യങ്ങളൊക്കെ നമുക്ക് കൂടിക്കൂടി വരുമെന്ന് വേണമെങ്കിൽ പറയാം. ഈ ഭൂമിയുടെ അറ്റത്ത് നിൽക്കുമ്പോൾ ഞാനൊരു കാര്യം മനസ്സിലാക്കുന്നു, അതിർത്തികൾ വഴികൾക്കുള്ളതല്ല, അത് നമ്മുടെ മനസ്സിനാണ്. അങ്ങനെ ഞാൻ ഇന്ന് എൻ്റെ മനസ്സിൻ്റെ ഒരു അതിർത്തി തകർത്തിരിക്കുന്നു.